ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേരള സർക്കാർ പുറത്തിറക്കിയ സർക്കാർ സേവനങ്ങൾ നൽകുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ജനന മരണ രജിസ്ട്രേഷനുകൾ, വിവാഹ രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിറ്റുകൾ, കരമടക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ആപ്പ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഈ ഒരു ആപ്പ് വഴി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, തുടർന്ന് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. സർക്കാർ സേവനങ്ങൾ നൽകുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നമ്മൾ മലയാളികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ ഈ ഒരു കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അവിടെ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കെ സ്മാർട്ട് എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നുള്ളത് കാണാം. അതിന് താഴെയായിട്ട് ഗെറ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പവർ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പവർ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇവിടെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ശേഷം ഇവിടെ ഓപ്പൺ എന്നുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പൺ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ താഴെയുള്ള ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമുക്ക് ഈ ഒരു ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ശേഷം ഇവിടെയുള്ള ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ആധാർ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള ഗെറ്റ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. ഇവിടെ താഴെയുള്ള OTP എന്നുള്ള ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ OTP വെരിഫൈ ചെയ്ത് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നെയിം അവിടെ ഫെച്ചായി വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ താഴെയുള്ള രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നെയിം എന്നുള്ള കോളത്തിൽ ഓൾറെഡി നമ്മുടെ നെയിം വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണം നിർബന്ധമല്ല. നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മളൊരു OTP വരുന്നതായിരിക്കും. അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പറാണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കൊടുത്തുള്ള മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് SMS വന്നിട്ടുണ്ട്. അപ്പോൾ ആ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. അതിൽ ക്വിക്ക് പേയ്മെൻറ്റ്, ക്വിക്ക് സർട്ടിഫിക്കറ്റ്, മൈ അപ്ലിക്കേഷൻസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് മെയിനായിട്ട് കാണുന്നതിൽ. അപ്പോൾ ഇനി നമുക്ക് അവിടുന്ന് ക്വിക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിൽഡിംഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആഡ് ചെയ്ത ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ടാക്സ് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. യു ഹാവ് നോട്ട് ആഡഡ് എനി ബിൽഡിംഗ് യെറ്റ്. ഇപ്പോൾ നമ്മളിവിടെ ബിൽഡിംഗ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ശേഷം നമ്മൾ വീണ്ടും ഇവിടുന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ബാക്കിലോട്ട് വരിക. അതിനുശേഷം ഇവിടെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ടായിരിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് സ്മാർട്ട് സെർച്ച് എന്നും രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻസിൽ ആദ്യത്തേത് വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് ടൈപ്പ് ഓഫ് ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഒരു ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് നെയിം ഓഫ് ദി ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോക്കൽ ബോഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് സെർച്ച് ബൈ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം.
അപ്ലിക്കേഷൻ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ ഓർ കീ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മുഖേന നമ്മളെ സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഒന്നും നമ്മുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ മുഖേനയാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ മുഖേന നമ്മളൊരു സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുന്നത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായി വന്നുള്ളത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ തന്നെയാണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ വരുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ആ ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് വരുന്നത് നെയിം ഓഫ് ദി ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ലോക്കൽ ബോഡി നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ വരുന്നത് സെലക്ട് സെക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ കലണ്ടർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെയുള്ള ഓക്കെ ഉള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് നെയിം ഓഫ് മദർ എന്നുള്ളതാണ്. അവിടെ മദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സെർച്ച് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് മൈ അപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. യു ഹാവ് നോട്ട് അപ്ലൈഡ് ഫോർ എനി സർവീസസ് യെറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു സർവീസിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടുന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരാം. ശേഷം ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് സിറ്റിസൺ സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. ബർത്ത്, ഡെത്ത്, മാരേജ്, പേ ടാക്സ്, മൈ ബിൽഡിങ്സ്, ലിങ്ക് ബിൽഡിംഗ് തുടങ്ങിയ ഓപ്ഷൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ബർത്ത് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഓഫ് ന്യൂ ബോൺ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബർത്ത് എന്നുള്ള സർവീസിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ന്യൂ ബോൺ രജിസ്ട്രേഷന് വേണ്ടിയുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിൽ വീണ്ടും എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് വാർണിംഗ് വന്നിട്ടുണ്ട് ന്യൂ ബോൺ രജിസ്ട്രേഷന് വേണ്ടി മാത്രമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ബാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡെത്ത് സർവീസസ് എന്നുള്ളതിലും നമ്മൾ ഡെത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് മാരേജ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ രജിസ്ട്രേഷൻ ഓഫ് മാരേജ്, മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും ഈ ഒരു ഓപ്ഷൻ മുഖേന തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് പേ ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേ ടാക്സ് ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഫോണിൽ മറ്റുള്ളവരുടെ ബിൽഡിംഗ് ടാക്സ് അടക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ സ്മാർട്ട് സെർച്ച് ഓപ്ഷനും അതുപോലെ അഡ്വാൻസ് സെർച്ച് എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്മാർട്ട് സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ബിൽഡിംഗ് ID ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ടാക്സ് അടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിലൊന്നും ഡീറ്റെയിൽസ് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ മുഖേനയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശേഷം നമ്മൾ വീണ്ടും ഒരു ഹോം പേജിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിലുള്ളത് മൈ ബിൽഡിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. യു ഹാവ് നോട്ട് ആഡഡ് എനി ബിൽഡിംഗ് സെറ്റ്. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഒന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ബാക്ക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഹോം പേജിലോട്ട് തന്നെ വരിക. അപ്പോൾ അവിടെ അടുത്ത ഓപ്ഷൻ ഉള്ളത് ലിങ്ക് ബിൽഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പുതുതായിട്ടുള്ള ഒരു ബിൽഡിംഗ് അതിൽ ആഡ് ചെയ്യുന്നത്. ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ഹോം പേജിലോട്ട് തന്നെ വരിക. അപ്പോൾ നമ്മുടെ ഹോം പേജിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഹോം എന്നുള്ളതിനടുത്തായിട്ട് വരുന്നത് ഓൾ സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്വിക്ക് പേയ്മെൻറ്റ്, ക്വിക്ക് സർട്ടിഫിക്കറ്റ്, മൈ അപ്ലിക്കേഷൻസ്, ബർത്ത്, ഡെത്ത്, മാരേജ്, പേ ടാക്സ്, കംപ്ലയിൻസ് ആൻഡ് ഗ്രീവൻസ് തുടങ്ങിയ എല്ലാ സർവീസുകളും എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സർവീസുകളും ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം, സെറ്റിങ്സ് എന്നുള്ളത്. അതിൽ ഒന്നാമതായി വരുന്നത് ആപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെ 2 ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വേണ്ട ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് വരുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അടുത്തായി വരുന്നത് ഹെൽപ്പ് എന്നുള്ളതാണ്. അതിനടുത്തത് വരുന്നത് ആപ്പ് വേർഷൻ എന്നുള്ളതാണ്. തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്കവിടെ സെറ്റിങ്സ് എന്നുള്ള ഈ ഭാഗത്ത് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് പ്രൊഫൈൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും സേവനങ്ങളാണ് പ്രധാനമായും നമുക്ക് കെ സ്മാർട്ട് എന്നുള്ള ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.